ഓർക്കിഡുകളെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല. അതുപോലെ സൗന്ദര്യമാണ് ഓർക്കിഡ് പൂക്കൾക്ക്. എന്ത് രസമല്ലേ ഇവരെ കാണാൻ. ഇവരെ കണ്ടാൽ ഇങ്ങനെ നോക്കി നിൽക്കാൻ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവരുടെ ഭംഗി അത്രയ്ക്ക് വലുതാണ്. ഈ പൂവ് ഒരു മഞ്ഞയും ഒരു വയലറ്റ്, കടും വയലറ്റ് കളറോട് കൂടിയൊരു ഫ്ലവറാണ്. എത്ര ഭംഗിയല്ലേ. അവർ മുഴുവൻ കൊലയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഓർക്കിഡുകളോടൊപ്പം ഒത്തിരി നേരം സമയം ചിലവഴിക്കുന്നത്. അവരുടെ സൗന്ദര്യം നമുക്ക് എത്ര കണ്ടാലും കൊതി തീരത്തില്ല. അത്രയ്ക്ക് സൗന്ദര്യമുള്ള പൂക്കളാണ് ഓർക്കിഡയിൽ ഉണ്ടാകുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ നിന്നാണ് ഇവ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, നല്ല അതിൻ്റെ ഇലയൊക്കെ കണ്ട എത്ര നല്ല കളറാണ്. ഞാനിതിന് 19 എന്ന് പറയുന്ന ഒരു വളമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ആഴ്ചയിൽ 2 പ്രാവശ്യം 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 ഗ്രാം വെച്ച് ഇട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി വളം കൊടുക്കത്തില്ല, എന്നാൽ ആഴ്ചയിൽ 2 പ്രാവശ്യം കൊടുക്കാറുണ്ട്. ഈ പൂവിൻ്റെ ഭംഗിയുണ്ടോ, എത്ര മനോഹരം കേട്ടോ. ഒരു നമുക്ക് അങ്ങ് ഒത്തിരി ഭംഗി ഇവരെക്കുറിച്ചൊന്നും എനിക്ക് പറയാനായിട്ട് വാക്കുകളില്ല. കാരണം എന്താ ഞാൻ പറയട്ടെ, കാണുമ്പോഴേ തന്നെ നിങ്ങൾക്കറിയാം ഒത്തിരി ഭംഗിയുള്ള പൂക്കളാണ് ഇതെന്ന്. ഇത് എനിക്ക് നേരിൽ കാണാനാണ് കൂടുതലിഷ്ടം. ക്യാമറയിൽ അത് അത്ര നല്ല ഇതായിട്ട് ഫോട്ടോ എടുക്കുമ്പോഴൊന്നും അത്ര നല്ല കളറായിട്ട് കിട്ടത്തില്ല. എങ്കിലും നല്ലൊരു ഭംഗിയുള്ള ഒരു പൂവാണ് ഇത്. ആദ്യം ഇതിലൊരു സ്പൈക്ക് വന്നായിരുന്നു. അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ അതിൻ്റെ പൂക്കളെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയായിരുന്നു. പിന്നെ അടുത്തതായിട്ട് പിന്നെ അതിൽ പൂക്കൾ വരാനായിട്ടുള്ള എല്ലാ ഇതും കാണുന്നുണ്ട് കേട്ടോ. അതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അടുത്തൊരു സ്പൈക്ക് വന്നതാണ് ഇത്. ഇതിലിപ്പം നല്ല നിറഞ്ഞ പൂക്കളായിട്ട് നിൽക്കുകയാണ്. ഇതിലെ പൂക്കളെല്ലാം വിരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇതിൽ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, ഒരുപാട് വരാനുണ്ട്. എല്ലാ പൂക്കളും നല്ല ഭംഗിയായിട്ട് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇതിലെ പൂ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ കാണിച്ചു കേട്ടോ. ഇവളിലെ ഭംഗി എത്ര ഭംഗിയാന്ന് നോക്കി. ഇതിങ്ങനെ അങ്ങ് കൊലയായിട്ട് വന്ന് താഴോട്ട് തൂങ്ങി ഇങ്ങനെ അങ്ങ് നിൽക്കുക കണ്ടോ. ഇവരെ കുറിച്ച് ഞാൻ ഒത്തിരി വിവരിക്കുന്നില്ല. ഈ ഫ്ലവറുകൾ കാണുമ്പോഴേ അറിയാം ഞാൻ ഇവരോട് എത്ര സന്തോഷത്തിലാണ് ഇവരുടെ ഈ അടുക്കലോട്ട് വരുന്നതെന്നറിയാവോ. അത്ര ഭംഗിയാണ് ഈ പൂക്കൾ കാണാനായിട്ട്. ഇവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവരെ മറക്കാൻ പറ്റത്തില്ല കേട്ടോ. എപ്പോഴും ഇവരെ നമുക്ക് സംരക്ഷിക്കുവാനും ഇവരോടൊപ്പം സമയം ചെലവഴിക്കാനാണ് ഒത്തിരി ഇഷ്ടം. അത് ഒരു പൂവ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് നിങ്ങൾ വളർത്തുമ്പോഴേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. ഇതുള്ളവർക്കെല്ലാം ഞാൻ പറഞ്ഞ അനുഭവമായിരിക്കും കൂടുതലും ഉണ്ടാകാറുള്ളത്. അത്രയ്ക്ക് ഭംഗിയാണ് ഈ പൂക്കൾ കാണുവാനായിട്ട്. ഈ ചെടിയിലെ പൂവ് കണ്ടോ. ഇത് ഞാൻ ഇത് കണ്ടോ, ഇതിൽ വന്നേക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് ഞാൻ മാറ്റി നടേണ്ടതായിരുന്നു, പക്ഷെ മാറ്റി നടാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. പക്ഷെ അതിൽ നിന്നുകൊണ്ട് തന്നെ പൂക്കളുണ്ടായി. ഇതൊരു പ്ലാന്റാണ്. ഇത് അതിൽ നിന്നുണ്ടായ പുതിയൊരു പ്ലാന്റാണ്. അത് മാറ്റി വെക്കുകയാണെങ്കിൽ മറ്റൊരു പ്ലാന്റായിട്ട് അത് മാറും. ഈ പൂവിനെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല. ഓർക്കിഡ് വളർത്തുന്ന എല്ലാവർക്കും അറിയാം. ഇത് വാൻഡ ഇനത്തിൽപ്പെടുന്ന ഒരു ഓർക്കിഡാണ്. ഇത് എനിക്ക് ഈ ഫ്ലവർ ഒത്തിരി ഇഷ്ടമാണ്. മറ്റുള്ള മൊക്കാറോ അങ്ങനെയുള്ള പ്ലാന്റിനെക്കാട്ടിലും അതിലുണ്ടാകുന്ന ഫ്ലവറിനെക്കാട്ടിലും ഒത്തിരി വലിപ്പമുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. ഇത് കുറേ കൂടെ പൂക്കളുണ്ടാകും, പക്ഷേ എന്തോ ഇതിൽ ഇത്രയും പൂക്കളെ ഈ പ്രാവശ്യം ഉണ്ടായുള്ളൂ. നല്ല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാകുന്ന ഓർക്കിഡ് ഇനത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് 2-3 കളറുണ്ട്. റെഡുണ്ട്, ഇത് മഞ്ഞയും ക്രീമും ഒക്കെ കളർന്ന ഒരു കളറാണ്. അങ്ങനെ 2-3 കളറ് എനിക്ക് ഉണ്ട്. ഇതിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പൂക്കൾ.
ഇവരൊത്തിരി ഭംഗിയുള്ളവരാട്ടോ. ഇവരിങ്ങനെ ഒത്തിരി കൊലകൊലയായിട്ട് പൂക്കളുണ്ടാകുന്നതാണ്. ഇതിലിപ്പം ഒരു ചെറിയ സ്പൈക്ക് മാത്രമേ വന്നുള്ളൂ, എങ്കിലും ഒരു 10 പൂക്കളോളം ഉണ്ട്. ഇവയെല്ലാം വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള, ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒത്തിരി ഭംഗിയുള്ള, അല്ലെങ്കിൽ തന്നെയും നല്ല ഭംഗിയാണ്. ഒന്നിച്ച് പൂക്കൾ വിരിയുമ്പം ഒത്തിരി ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഇത്. ഇത് സാധാരണ എല്ലാവരുടെയും കയ്യിലുള്ളതാണ്, പണ്ട് മുതലേ ഉള്ളൊരു പ്ലാന്റാണ് ഇത്. ഈ പൂക്കൾ വെള്ളയിൽ ഇങ്ങനെ കുത്തുകുത്തുള്ള നല്ലൊരു പ്ലാന്റാണ്. വലിയ പൂക്കളാണ് ഇതിലുണ്ടാകുന്നതും. ഇത് ഫെലോസിസിൻ്റെ ഇനത്തിൽപ്പെടുന്ന മറ്റൊരു ചെടിയാണ്. ഇതിലും ഒത്തിരി പൂക്കൾ ഉണ്ടാകാറുണ്ട്. വലിയ സ്പൈക്കാണ് ഇതിൽ വരാറുള്ളത്. ഇപ്പോൾ ഇതിൽ കുറച്ച് പൂക്കളേ ഉള്ളൂ, എന്നാൽ ചില സമയങ്ങളിൽ ഉണ്ടാകുമ്പോൾ നല്ല കൊലകൊലയായിട്ട് ഒത്തിരി നല്ല പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഇത്. കുറച്ച് ഓർക്കിഡിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇന്നത്തേന്നല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ വിരിഞ്ഞ കുറച്ച് പൂക്കളാണ് ഇവരൊക്കെ അധികം സമയം ചിലവഴിക്കാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ചെടികളുടെ കൂടെയാണ് കൂടുതൽ സമയവും ഞാൻ ചിലവഴിക്കാറുള്ളത്. കാരണം അവരുടെ അടുക്കൽ നിൽക്കുമ്പോഴത്തേക്ക് ഒത്തിരി നല്ല സന്തോഷമാണ് കിട്ടാറുള്ളത്. ഓരോ ചെടികളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അവരുടെ ഭംഗി കാണുമ്പോൾ, ഓരോരുത്തരും വളർന്നു വരുന്ന ആ വളർച്ച കാണുമ്പോൾ, നമ്മൾ വളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവരിലുണ്ടാകുന്ന വ്യത്യാസം കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അടുത്ത ദിവസം മറ്റൊരു പ്ലാന്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ചെടികളുടെ വിശേഷമായിട്ട് വീണ്ടും നമുക്ക് കാണാം.